Hi, my name is Girish Babu. I am the Managing Director of Experts Lab Technologies, South India's #1 software training institute, Palarivattam, Kochi. Expert Labന്റെ ചില പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വർഷത്തിൽ. അതിലേറ്റവും പ്രമുഖമായത് നാസ ചാക്ക് N4SA. ഇത് എൻ്റെ 25 വർഷത്തെ UK-ലും US-ലും വർക്ക് ചെയ്ത കമ്പനികളിൽ ഞങ്ങൾ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളുടെ റിസൾട്ടാണ്. ഒരുപക്ഷെ UK US ക്ലയൻറ്റുള്ള മറ്റ് കമ്പനികൾക്കും പ്രൊഫഷണൽസ്ക്കും ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുമായിരിക്കും. ഈ ടേം N4SA അല്ലെങ്കിൽ നേഴ്സ എന്നുള്ള ടേം അവർക്ക് പരിചയമുണ്ടെങ്കിലും ഞാൻ പറയുന്ന ടെക്നോളജീസ് അതിൻ്റെ സ്റ്റാക്കും വളരെ വ്യക്തമായിട്ട് പലർക്കും അറിയുമായിരിക്കും. ഈ ലേണിംഗ് കമ്മ്യൂണിറ്റിക്ക് എക്സ്പേർട്സ് ലാബിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഞങ്ങൾ റീസെൻ്റ്ലി UK-യിൽ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ഫെനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഔട്ടിംഗ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഇ-കോമേഴ്സ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്ത കമ്പനിയിൽ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റിൽ നിന്നിൻ്റെ ആ ഒരു ആർക്കിടെക്ചറാണ് നമ്മളിവിടെ നാസ സ്റ്റാക്ക് എന്നുള്ള പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കമ്പോണൻസ് മേജറായിട്ടും N4 represents 4 different frameworks. Start with Nest and other Node based different ഇത്തരം ഫ്രെയിംവർക്കുകൾ ഇതും മാത്രമല്ല, ഞങ്ങൾ പറയുന്ന ഫ്രെയിംവർക്കുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ചിട്ടും ഈ ഒരു ആർക്കിടെക്ചറൽ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ കോമ്പിനേഷൻസ് ഞങ്ങൾ കൊടുക്കുന്ന കോമ്പിനേഷൻസ് 4 N സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രെയിംവർക്കുകളും സെർവർലെസ് ആർക്കിടെക്ചർ, API ഫസ്റ്റ് ആർക്കിടെക്ചർ, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനാണ് ഈ നാസ സ്റ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു UI. ഈ UIനെ നമ്മൾക്ക് പല ആപ്ലിക്കേഷൻസിലേക്കും പുള്ളി ചെയ്ത് കൊണ്ടുവന്ന് APIയുടെ സഹായത്തോടു കൂടി പുള്ളി ചെയ്ത് കൊണ്ടുവന്ന് ദെൻ ആ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഡാറ്റ ഇൻ്റഗ്രേഷൻസ് ചെയ്യുന്നു. ഇപ്പോൾ മീൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ, MongoDB ബാക്ക് ആയിട്ട് ചെയ്യുന്നു. നമ്മളവിടെ നിന്ന് വ്യത്യാസമായിട്ട് നാസ സ്റ്റാക്കിലെ 4 അല്ലെങ്കിൽ 6നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റെഡീസ് ഡാറ്റാബേസ് ക്യാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റെഡീസിൽ നിന്നും ബാക്ക് എൻഡിലേക്ക് പോകുന്ന പലതരത്തിലുള്ള ടെക്നോളജീസ് നമുക്ക് ക്ലബ് ചെയ്യാം. നീഡ് നോട്ട് ബി നെസസറി ടു മോങ്കോക്കൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷും അതേപോലെ പോസ്റ്റ്ഗ്രസോ MySQL ഒറാക്കിളോ ഏത് ഡാറ്റാബേസിലേക്കും പ്ലഗ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാഷെ ഫ്രെയിംവർക്കാണ് അല്ലെങ്കിൽ ക്യാഷെ ഡാറ്റാബേസാണ് റെഡീസ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും സെർച്ച് ഒപ്റ്റിമൈറ്റഡ് ആയിട്ടുള്ള റെഡീസിൻ്റെ സെർച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള സെർച്ച് എഞ്ചിൻ ഞങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നല്ല ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് ഈ വ്യൂവും ഡാറ്റയും സെഗ്രിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് നാസ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യൂ predominantly 70 to 80% is defined in an external system such as different content management, and that content management push all the static information to the CDN framework. CDN means this content distributed network. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റാറ്റിക് ഡാറ്റ അസറ്റ് ഈ കണ്ടൻറ് ഡിസ്ട്രിബ്യൂഷനിൽ വഴി മറ്റ് എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെർവറുകളിലും എത്തും. ഇനി ഒരാൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് വഴി വരുന്ന വ്യൂ ആണ് നിങ്ങളുടെ ആദ്യം സിസ്റ്റത്തിലേക്ക് വരുന്നത്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയാതെ പോലും ഈ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് വഴി വരുന്ന വ്യൂ ഡിഫൈൻഡ് ആവുകയും ഈ വ്യൂവിൽ നിന്ന് നെക്സ്റ്റ് ജെയ്സ് പോലെയുള്ള റിയാക്ട് ജെയ്സിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് വഴി ഈ ഡാറ്റാബേസിനെ ഹിറ്റ് ചെയ്ത് ഡാറ്റ കൊണ്ടുവരികയും ഈ ഡാറ്റയെ പ്രീ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള വളരെ നല്ല സെർച്ച് എഞ്ചിൻസ്, ഫോർ എക്സാമ്പിൾ ഇലാസ്റ്റിക് സെർച്ചോ അല്ലെങ്കിൽ അതേപോലെയുള്ള റെഡ്ഡിസ് സെർച്ച് പോലെയുള്ള ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ കൊണ്ടുവന്ന് ഒരു വ്യൂ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫ്രെയിംവർക്കാണ് നാസ സ്റ്റാക്ക്. അപ്പോൾ നോഡ് എന്തായാലും ഉണ്ട്, നോഡ് ആണ് ഫണ്ടൽ ജാവ സ്ക്രിപ്റ്റ് റൺ ടൈം, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഡിഫറെൻ്റ് ആണ്. വളരെ ഈ റിയാക്ട് ആപ്ലിക്കേഷൻസ് സെൽഫ് ഹോസ്റ്റഡ് ആയിട്ട് ഒരു സെർവർ എടുത്ത് അത് ഡിപ്ലോയ് ചെയ്യുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ഒരു പ്രിഡോമിനൻ്റ്ലി വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പുഷ് ചെയ്യുവാണ്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിന് ഈ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്കിലേക്ക് ഡാറ്റയെ പുഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ആ പർട്ടിക്കുലർ ടെക്നോളജി സ്റ്റാക്ക് റെൻഡർ ചെയ്യുന്ന വ്യൂവിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നത് API ഫസ്റ്റ് എന്നുള്ള ടെക്നോളജിയും, ഈ API ബിൽഡ് ചെയ്യുന്നത് സെർവർലെസ് ആർക്കിടെക്ചർ, ലാംഡ ആർക്കിടെക്ചർ, AWS ആർക്കിടെക്ചർ പോലെയുള്ള അത്തരം ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് API ഫസ്റ്റ് എന്നുള്ള പോലെ വ്യൂവും അതേപോലെ ഡാറ്റയും നമ്മൾ റെൻഡർ ചെയ്യും. ഡാറ്റ API
നെക്സ്റ്റ് ജെയസോ അതേപോലെയുള്ള പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള റിയാക്ട് ജെയസിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. മാത്രമല്ല ആംഗുലർ എന്നുള്ള മീൻ സ്റ്റാക്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് ഇൻസ്പയർ ആയതുകൊണ്ട് ഏറ്റവും പുതിയ ഒരു ബാക്ക് എൻഡ് ഫ്രെയിം വർക്കാണ് നെക്സ്റ്റ് ജെയസ്. ഇപ്പോൾ നെക്സ്റ്റ് ജെയസിൽ ഉള്ള ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ട് ഈ APIനെ പ്രോക്സി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജെയസിലുള്ള പ്രോക്സി വഴി നമ്മൾ ബാക്ക് എൻഡിലുള്ള നെക്സ്റ്റ് ജെയസിലേക്ക് കണക്ട് ചെയ്യും. ഈ നെക്സ്റ്റ് ജെയസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡാറ്റ ഫ്രെയിം വർക്കുകളും അതേപോലെ API ഫ്രെയിം വർക്കുകളും ഇൻഡയറക്ട്ലി നമ്മുടെ വ്യൂവിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണിത്. ഈ ബാക്ക് എൻഡിലുള്ള നെക്സ്റ്റ് ജെയസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്. NEST നെക്സ്റ്റ് ആണ്. ഈ നെക്സ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഈസി ആയിട്ട് API ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രസ് പോലെയുള്ള ടെക്നോളജിയുടെ മുകളിൽ ബിൽഡ് ചെയ്ത് മീൻ സ്റ്റാക്കിലെ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പ്രസ് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുടെ ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ജെയസ് വർക്ക് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ജെയസിലാണ് നമ്മൾ മിക്കവാറും API ബിൽഡ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ജെയസ് ടു റെഡീസിലേക്കുള്ള അല്ലെങ്കിൽ മറ്റ് ഡാറ്റാബേസിലേക്കുള്ള API കണക്ടിവിറ്റിയും ഡാറ്റാബേസ് കണക്ടിവിറ്റിയും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും 6 ഡിഫറെൻറ്റ് ഫ്രെയിം വർക്കുകൾ നമ്മൾ ഈ NASA സ്റ്റാക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് Nൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രെയിം വർക്കുകളും ദെൻ അത് കണ്ടൻറ് മാനേജ്മെൻറ്റ് വഴി വ്യൂ റെൻഡർ ചെയ്യുന്നു. ദെൻ സെർവ്ലെസ് ആർക്കിടെക്ചർ API ഫസ്റ്റ് ആർക്കിടെക്ചർ വഴി ആ APIs വഴി വ്യൂവും ഡാറ്റയും ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് റെൻഡർ ചെയ്യുന്ന ഈ ടെക്നോളജി മീൻ സ്റ്റാക്കിനെ വളരെയധികം പവർഫുൾ ആക്കുന്നു. അപ്പോൾ മീൻ സ്റ്റാക്ക് പഠിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. മീൻ സ്റ്റാക്കിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള NASA സ്റ്റാക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. മിക്കവാറും കമ്പനികളിൽ ഞാൻ അറൗണ്ട് 25 years ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികൾ US UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ബോവ് ലാബ്സ് USA എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലെ കൺസൾട്ടൻ്റാണ്. അവർക്ക് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം സമയം. അപ്പം ആ പർട്ടിക്കുലർ വർക്കിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ മറ്റുള്ള ഡെവലപ്പേഴ്സിന് ഇതിനെപ്പറ്റി എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എക്സ്പേർട്സ് ലാബ് പഴയ കാലത്തും ഉദാഹരണത്തിന് 7 വർഷം 8 വർഷം മുന്നേ മീൻ സ്റ്റാക്ക് എന്നുള്ള കോഴ്സ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയതും എക്സ്പേർട്സ് ലാബിലായിരുന്നു. ഇതേപോലെ തന്നെ ക്ലൗഡ് നാറ്റീവ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഫ്രെയിം വർക്ക് കുബർനെറ്റീസും ഡോക്കറും അതേപോലെ മറ്റ് ആപ്ലിക്കേഷൻസിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ റെൻഡർ ചെയ്യുന്ന ഉദാഹരണത്തിന് API ഗേറ്റ്വേ, ലോഡ് ബാലൻസർ, സർക്യൂട്ട് ബ്രേക്കർ ഇങ്ങനെയൊക്കെയുള്ള പുതിയ സിസ്റ്റംസ് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ക്ലൗഡ് നാറ്റീവ് ആർക്കിടെക്ചർ. അപ്പോൾ ക്ലൗഡ് നാറ്റീവ് ആപ്ലിക്കേഷൻസ് ഇൻ ജാവ, ക്ലൗഡ് നാറ്റീവ് ആപ്ലിക്കേഷൻസ് ഇൻ പൈത്തൺ ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.